EWC ഒക്കെ ചെയ്യുന്ന സമയം വോളാങ് EWC ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ആ രീതിയിൽ സ്ട്രെങ്ത് വരുന്ന രീതിയിൽ ചെയ്യാം. അത് കുറച്ചുകൂടെ മറ്റേതിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ അടുത്തേക്ക് വരും. ഇതിപ്പോ നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 240 ആണ്. 240 ഉണ്ട്, 270 300 മൂന്ന് 0.6 ആണ് ഡെൻസിറ്റി. അത് ശരി. ഇത് 600 നമ്പേഴ്സ് തന്നെയാണ് ഇതിന്റെ ഡെൻസിറ്റി. അപ്പോൾ 0.7 ഉണ്ട്, 0.6 ഉണ്ട്. ഫോൾഡിംഗ് ടൈപ്പ് ആണ്. ഇത് സിംഗിൾ ഷീറ്റ് ആണ്. ഇത് അതായത് 8 mm തിക്നെസ്സിൽ വരുന്ന സിംഗിൾ ഷീറ്റ് ആണ്. ഇത് നമ്മളൊരു 7 സ്റ്റെപ്പ് വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. വെൽഡിംഗ് ഇല്ലാതെ നമ്മുടെ ഇന്റർലോക്ക് ഒക്കെ ആദ്യം കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നത്. സൈഡ് സിമെന്റ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് നടുവിൽ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഇതൊരു ആഡ് ഓൺ അല്ലേ? ആഡ് ഓൺ മാത്രമാണ്. ഇപ്പം കിച്ചണിൽ ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട്. CPVC ഉണ്ട്, UPVC ഉണ്ട്. ACM സർട്ടിഫിക്കേഷൻ UPVC അത് CPVC പൈപ്പാണ് വരുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ സ്ക്രീനിൽ യൂണിറ്റ് ആയിരിക്കും. ഇക്വിഷൻ തന്നെയാണ്. ഇത് നമുക്ക് 2-3 ഡിവൈസസ് നമുക്ക് ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ശരി. മുമ്പ് അവിടെ വന്നു കഴിഞ്ഞാൽ ഓഫർ 50% ഓഫർ 50% ഓഫർ ഉണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം ഡയറക്റ്റ് ഇവർ പറയുന്നതാണ്. എന്തായാലും നാളെ 8-ാം തീയതി കൂടെയാണ്. ഇതൊരു എഞ്ചിനീയറിന് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്തിട്ട് ആയിക്കോട്ടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്കെച്ചപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നമസ്കാരം. ആർട്ടിക്കലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കറന്റ് കോട്ടക്കുന്നാണുള്ളത്. കോട്ടക്കുന്നിൽ ഒരു വമ്പൻ എക്സ്പോ നടത്തുന്നുണ്ട്. ലെൻസ് ഫെഡ് നടത്തുന്ന ഒരു മെറ്റീരിയൽ എക്സ്പോ ആണ്. ഏകദേശം 80ഓളം സ്റ്റാളുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ കിട്ടാറ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എക്സ്പോകൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരൊരു ക്രെഡിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒരു വേദിയാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ എക്സ്പോ എന്ന് പറയുന്നത്. മലപ്പുറത്ത് കോട്ടക്കുന്നാണ് സ്ഥലം. ഈ എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡിസംബർ 6, അതായത് ഇന്നലെയാണ്. ഇന്ന് 7-ാം തീയതി, അതായത് നാളെയും കൂടെ ഈ എക്സ്പോ നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി തന്നെ ഇത് പബ്ലിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കൺസ്ട്രക്ഷൻ തുടങ്ങി അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് എത്തുന്ന സമയത്തേക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലുകളെ കുറിച്ചിട്ടും ഒരു നല്ല ധാരണ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഞാൻ ആർക്കിടെക്ചറും ആർട്ടിക്കലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ നമ്മൾ ഇൻഡോർ എന്തെങ്കിലും സ്ക്രൂ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ വക കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോളൂ. നമ്മളെപ്പോഴും പറയുന്നത് നെയിലിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതായത് ആണി അടിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്ലഗ് വെച്ച് സ്ക്രൂ ചെയ്യുക, അതാണ് ബെസ്റ്റ്. ഇനി പ്ലഗ് അതല്ല, ഇനിയിപ്പം പ്ലഗ് പല ടൈപ്പുകളുണ്ട്. ഇപ്പം സ്ലീവ് ആയിട്ടുള്ള ടൈപ്പ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വുഡൻ പ്ലഗ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെ, അത് ആങ്കർ ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, അതേപോലെ തന്നെ നമ്മൾ ഇനി അതിലും അല്ല, ഇതിപ്പോ ഈ ഒരു ഗ്രിപ്പ് മാത്രം മതി ഇതിന്. ഇത് ഫോട്ടോ ഫ്രെയിം. ശരി, അതാണ് ഞാൻ പറയുന്നത്. ഓരോ വെയിറ്റിനനുസരിച്ച് ഇത് 70 kg വരെ പോകും. ഇനി അതിലും കൂടുതലാണ് നമ്മൾ EWC ഒക്കെ ചെയ്യുന്ന സമയം വോളാങ് EWC ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ആ രീതിയിൽ സ്ട്രെങ്ത് വരുന്ന രീതിയിൽ ചെയ്യാം. അത് കുറച്ചുകൂടെ മറ്റേതിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ അടുത്തേക്ക് വരും. അടുത്ത സെല്ലിലേക്ക് ടച്ച് ചെയ്യുന്ന അപ് ടു 100 kg വരെ നമുക്ക് അതിലും വരും. 100 kg തന്നെ പോകും. 100 kg തന്നെ പോകും. അതുപോലെ അടുത്ത പ്രൊഡക്റ്റ് റെനാക്കോണിൻ്റെ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഫാക്ടറി വിസിറ്റ് ഒക്കെ ചെയ്തതായിരുന്നു റെനാക്കോൺ എന്ന് പറയുന്നത്. റെനാക്കോണിൻ്റെ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. റെനാക്കോണിന്റെ റാപ്പിഡ് വാൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ശരി, റെനാക്കോണിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് അല്ലേ, റാപ്പിഡ് വാൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയൊക്കെ ചെയ്യാം, എവിടെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം? ഇത് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകൾ, ക്ലാസ് റൂമുകൾ, ഹോസ്റ്റലുകൾ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, പിന്നെ നമ്മളെ റിസോർട്ടുകൾ, അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാ രീതിയിൽ എത്രയൊക്കെ തിക്നെസ്സിലാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് 3 ഇഞ്ച് തിക്നെസ്സിന്റെ ഇതാണ് സാമ്പിളാണ് ഇത് പീസ്. ഇത് വരുന്നത് 242 സെന്റിമീറ്റർ. അതായത് ഈ തിക്നെസ് ഇതിപ്പോ 375 mm അല്ലേ? ഇതിപ്പോ നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 240 ആണ്. 240 ഉണ്ട്, 270 ഉണ്ട്, 300 ഉണ്ട്. 3 ലെങ്ത്തിൽ 3 ഹൈറ്റിൽ നമുക്കിത് വരുന്നുണ്ട്. 240, 270, 300.
തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള 2 ഇഞ്ചിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 ഇഞ്ചിലും വരുന്നുണ്ട്. ട്രോജന്റെ ഒരു സ്റ്റോൾ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവരുടെ പുതിയ പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് കൂടെ ഒന്ന് കാണാം. പുതിയതായിട്ട് ഇറക്കിയത് അത് കുറച്ച് കാലങ്ങളായിട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം ഒരു PVC WPC ഒരു ട്രെൻഡ് ആയതുകൊണ്ട് നാടോടുമ്പോൾ നടുവ് ഓടണം എന്നാണല്ലോ. അപ്പോൾ പ്ലൈവുഡിന് പകരം നമ്മൾ മീൻസ് പ്ലൈവുഡിന്റെ കൂടെ നമ്മൾ ട്രോജൻ സൂപ്പർ ബോർഡ് എന്ന് പറയുന്നത് PVC ബ്രാൻഡ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ശരി. അതിന് കൂടെ തന്നെ ഇപ്പോൾ PVCയുടെ കൂടെ തന്നെ PVCയിൽ തന്നെ കുറച്ചും കൂടെ ഒരു ആൾക്കാർ പറയുന്ന ഒരു WPC ഇറക്കിയിട്ടുണ്ട്. അത് ശരി, അത് ശരി. വുഡ് കോമ്പണന്റ് ആണ് വരുന്നത്. ശരി 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 ശരി. ഡിഫറൻസ് എന്താ? ശരി, ഇത് രണ്ട് വ്യത്യാസം. രണ്ടും PVC WPC ഓൾമോസ്റ്റ് ഒരേപോലത്തെ മക്കൾ തന്നെയാണ്. ചെറിയൊരു വുഡ് പാർട്ടികൾ കൂടിയിട്ടുണ്ട്. അതിന്റെ സൂപ്പർ ബോർഡ് S700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 ആണ്. ശരി, 0.7 ഡെൻസിറ്റി അല്ലേ? അതേപോലെ തന്നെ നമുക്ക് S600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ആണ് ഡെൻസിറ്റി. അത് ശരി, അത് ശരി. ഇത് 600 നമ്പേഴ്സ് തന്നെയാണ് ഇതിന്റെ ഡെൻസിറ്റി. അപ്പോൾ 0.7 ഉണ്ട്, 0.6 ഉണ്ട്, 6.5 ഉണ്ട്. ശരി, 6.5 ഉണ്ട്, 5.5 ഉണ്ട്. അപ്പോൾ കുറേ എന്താ പറയുക, എല്ലാ ഡെൻസിറ്റിയിലും വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സർവീസുകൾ മെയിനായിട്ട് സ്റ്റെയർ കേസും ഹാൻഡ് റെയിൽസും അങ്ങനത്തെ സർവീസുകളാണ്. അതായത് ഇതിന്റെ കൂടെ ഇപ്പോൾ ഗ്ലാസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്തു. മെറ്റൽ ആൻഡ് ഗ്ലാസ് ആണ് മെയിനായിട്ട്. ഈ സ്റ്റെയർ നമുക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ ചെയ്തു. ഇത് ഒരു കാൻഡിലിവർ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഇതിന്റെ സ്ട്രക്ചറൊക്കെ വാളിനകത്ത് പോകും. ഇത് നമ്മൾ ഒരിക്കലും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പ്ലാസ്റ്ററിങ്ങിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാളിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് സി ചാനലാണ് നമ്മൾ കയറ്റുക. സി ചാനൽ കയറ്റിയിട്ട് അതിലാണ് നമ്മൾ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫോൾഡിംഗ് ടൈപ്പാണ് ഇത്. സിംഗിൾ ഷീറ്റാണിത്. അതായത് 8 mm തിക്നെസ്സിൽ വരുന്ന സിംഗിൾ ഷീറ്റാണ് ഇത്. നമ്മളൊരു 7 സ്റ്റെപ്പ് വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. വെൽഡിംഗ് ഇല്ലാതെ 7 സ്റ്റെപ്പ് വരെ വെൽഡിംഗ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. അതിന് മേലേക്ക് പോകുമ്പോൾ ഒറ്റ ജോയിന്റ് വെൽഡിംഗ്. അതായത് ബേസിക് ആയിട്ട് ഇത് ഷീറ്റ് ബെൻഡ് ചെയ്ത് ചെയ്തേക്കാണ്. വേറെ കട്ടിങ്ങും വെൽഡിംഗ് ഒന്നും ചെയ്തില്ല. വേറെ സപ്പോർട്ട് താഴെ വേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടിരുന്നോളൂ. അപ്പോൾ നമുക്കിവിടെ ശക്തിയുടെ സ്റ്റോറും വരുന്നുണ്ട്. ശക്തിയുടെ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ പറയാൻ പറ്റാതിരുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ജാളീസ് ആണ് അല്ലേ? സിമെന്റ് ജാളിയാണ് നമ്മളെ പ്രൊഡക്റ്റ് തന്നെയാണ് വരുന്നത്. ശരി. പിന്നെ 8 സൈസ് വരുന്നത്. ശരി, 100 ഇഞ്ച് തിക്ക് വരും. ശരി. പിന്നെ നമ്മളിത് ഗമ്മിട്ടിട്ട് ഫിക്സ് ചെയ്യാം. നമ്മൾ ഇന്റർലോക്ക് ഒക്കെ ആദ്യം കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ സൈഡ് സിമെന്റ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് നടുവിൽ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും. നമ്മുടെ ഡ്രൈനേജ് ഓക്കെ. ഇതും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു. ഈ സാധനം രസമുള്ള സാധനം. ഇത് നമ്മളെ ഗ്രാസ് പേപ്പർ. ഇതിൽ നമുക്ക് നാച്ചുറൽ ഗ്ലാസ് മണ്ണിട്ടിട്ട് തന്നെ ഇതിൽ ചെയ്യാം. നാച്ചുറൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. വേണ്ട രീതിയിൽ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇന്റർലോക്ക് ചെയ്യാം. ഗ്യാപ്പുകളിൽ നമുക്ക് മണ്ണ് ഫുള്ളായിട്ട് ജിപ്സത്തിൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ റൂം ഒന്നും കൂടി കൂളിംഗും കിട്ടും. ശരി ശരി ശരി. വാൾ പാനലിംഗും ചെയ്യുന്നതോട് ചെയ്തിട്ട് നേരെ കൊണ്ടു വെക്കാം. ഡയറക്റ്റ് വെക്കാം. കുട്ടിയും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട. ഏതൊക്കെ സൈസിലേക്ക് വരുന്നത്? ഇതിൽ നമുക്ക് ഈ സൈസിൽ തന്നെ വരുന്നത്. നോർമലിന് എന്താ ഡിഫറൻസ് പറഞ്ഞത്? സാധാരണ ഇഷ്ടിക വെച്ചിട്ടാണ് ചെയ്യുക. ഈ സിലിണ്ടറുകളൊക്കെ ഒരു 2-3 വർഷമായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ. ശരി. ഇതിപ്പോൾ മെറ്റീരിയൽ എന്താ? ഇത് കാസ്റ്റ് അയൺ ആണ്, സോളിഡ് ആയിട്ട് 16 കിലോ വെയിറ്റ് ഉള്ള 2 സിലിണ്ടറാണ്. ശരി. ഇത് കസ്റ്റമറുടെ റിവ്യൂ എന്താ വെച്ചാൽ കാണാൻ നല്ല വൃത്തിയും ഭംഗിയാണ്. വിറക് തട്ടിയ പൊട്ടൊന്നുമില്ല അത്ര പെട്ടെന്ന്. പിന്നെ നമ്മൾ രാവിലെ 2 മണിക്കൂർ കത്തിച്ചാൽ ഒരു ഉച്ച കഴിയുന്നത് വരെ ഇതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവും. അപ്പോൾ ഈ വിറക് പൈസ കൊടുത്ത് മേടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് അഡ്വാൻറ്റേജ്. കുറച്ച് വിറകിൽ ചൂട് നന്നായിട്ട് ഇതൊരു ആഡ് ഓൺ അല്ലേ? ആഡ് ഓൺ മാത്രമാണ്. വി ബിൽഡിൻ്റെ ഒരു സ്റ്റോളും ഉണ്ട് ഇവിടെ. നമുക്ക് ഇവർ ഒരു VR ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേവതി VR എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാണുന്നു പറയണ രേവതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാർ പോർച്ചിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അകത്തേക്ക് കയറി ഫോയർ സ്പേസ്, ഇപ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ്. റൂഫൊക്കെ ഉണ്ട് കേട്ടോ, ഫുൾ ഫർണിഷ്ഡ് ആണ്. നേരെ കിച്ചൺ ആണ്. ഓക്കെ, സോ ഇത് ഇപ്പോൾ ഡൈനിങ് സ്പേസ് കാണാം. ഓക്കെ, ഡൈനിങ് സ്പേസ്. ഇപ്പോൾ കിച്ചണിലൊരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ ശരിക്കും വീഴുന്ന ഫീൽ ആയിട്ടോ താഴേക്ക് നോക്കുമ്പോഴല്ലേ. ഇപ്പൊ നമ്മൾ കറന്റ് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ് ഇന്റീരിയർ. അപ്പൊ ക്ലയന്റ് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് വീട് ഉണ്ടാക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് വീട് ഉണ്ടാവാൻ പോകണമെന്നൊക്കെ റിയൽ ലൈഫ് കാണാൻ പറ്റും. നമുക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റും.
നമുക്ക് ഇത് എന്തൊക്കെ ടൈപ്പ് പൈപ്പാണെന്നുള്ളതും എന്തൊക്കെ കാര്യം ബേസിക് ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരാം. CPVC ഉണ്ട്, UPVC ഉണ്ട്, ACM സർട്ടിഫിക്കേഷൻ UPVC, അത് CPVC പൈപ്പാണ് വരുന്നത്. ഇത് അത് UPVC പൈപ്പിന്റെ ഫിറ്റിംഗ് ആണ്. ഇത് ഓക്കെ ഓക്കെ അതിന്റെ ഫിറ്റിംഗ് ആണ്, അതിന്റെ പൈപ്പ് വരുന്നതാണ് ഇത്. അതെ അതെ അതെ. രണ്ടിന്റെ പർപ്പസ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ എന്ത് പർപ്പസ് യൂസ് ചെയ്യുന്നത്? അതായത് ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രഷർ വിത്ത് ഹോട്ട് വാട്ടർ രണ്ടും കൂടെ നമുക്ക് സെയിം ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പൈപ്പാണ് CPVC. ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് പ്രഷർ വിത്ത് 93 ഡിഗ്രി ടെമ്പറേച്ചർ നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് UPVC ആകുമ്പോൾ നമുക്ക് ഹോട്ട് വാട്ടർ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പ്രഷർ കൊടുക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ ബ്രാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനൊന്ന് പറഞ്ഞു. ഞങ്ങൾ റൂഫ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്ന കമ്പനിയാണ്. ഞങ്ങൾ മെയിൻലി റൂഫുകൾ, പിന്നെ സ്റ്റീൽ ബിൽഡിങ്സ്, PB, ഇമേജിലൊക്കെ കാണുന്ന സാധനങ്ങൾ. ഇത് സ്പേസ് ഫ്രെയിം ആണ്. ഇത് സിംഗിൾ പോൾ ചെയ്യുന്ന 2 കാറുകൾക്ക് സിംഗിൾ പോളില് 2 കാർ നിർത്തിയിടാൻ പാകത്തിന്, അതായത് 6 മീറ്റർ ലെങ്ത്തിൽ 6x6 ചെയ്യുന്ന ഈ ഫൗണ്ടേഷൻ മാത്രമാണോ നമ്മൾ സിവിൽ ബേസ് ആയ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ മാത്രം ചെയ്യുന്നതാണ്. ഒരു 1 മീറ്റർ ബൈ 1 മീറ്റർ 1 m³ എങ്കിലും വേണം. അതായത് 1 മീറ്റർ ബൈ 1 മീറ്റർ അടിയിലേക്കും കിടക്കണം. കാരണം ഇത് കാൻലിവർ ആണ്, അതിന്റെ കൗണ്ടർ വെയിറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം MS ആണ്, പക്ഷെ നമ്മൾ PU കോട്ടൺ പെയിന്റ് ആണ്. ഓക്കെ, ഇതിന്റെ റൂഫ് എന്ന് പറയുന്നത് ടെൻസൈൽ ഫാബ്രിക്കിന്റെ ഫാബ്രിക് ആണ്. അത് ഇതാണ് മെറ്റീരിയൽ. ഇത് വലിച്ചാണെങ്കില ഇതിന്റെ മുകളിൽ നിങ്ങൾ കയറാം, അതിനെ ചവിട്ടി നടക്കാം, തേങ്ങയോ എന്ത് വീണാലും കീറുകയോ ഒന്നും ചെയ്യില്ല. ഇതാണ് അതിന്റെ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ എഡ്ജിൽ വരുന്ന ഈ മെമ്പർ SS ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് വരും, റസ്റ്റ് വരും. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റം, ഓട്ടോമേഷൻ, ELV സൊല്യൂഷൻ കംപ്ലീറ്റ്ലി ചെയ്യുന്നു. നെറ്റ്വർക്കിംഗും ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഓട്ടോമേഷനിൽപ്പെട്ട കാര്യങ്ങളാണ്. അതെ, ഓട്ടോമേഷൻ ലൈറ്റ് ഓട്ടോമേഷൻ ആണിത്. സ്മാർട്ട് ഉണ്ട്, ഡെമോ ഉണ്ടല്ലോ. നമുക്കത് ജസ്റ്റ് ഒരു സിംഗിൾ ബട്ടണിൽ കംപ്ലീറ്റ് ലൈറ്റ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലിപ്പോൾ ഡിമ്മിങ് ഫംഗ്ഷൻ ഉണ്ട്, അത് ഇതിൽ ഡിമ്മായി വരും. ഡിമ്മായി വന്നു, അതാണ് വരുന്നത്. അതാണ് ബ്രൈറ്റ് ആയി. പിന്നെ കുറേ സീന് കാര്യങ്ങളാണ്, അതിനൊരു ടച്ച് സിസ്റ്റാണ്. കംപ്ലീറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് ഒരു സീന് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സീനുകൾ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വീഡിയോ ടോർഫോൺ സിസ്റ്റം ആണ്. ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ക്രീനിൽ യൂണിറ്റ് ആയിരിക്കും. ഇക്വിഷൻ തന്നെയാണ്. ഇത് നമുക്ക് 2-3 ഡിവൈസസ് നമുക്ക് ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ആര് ആക്സെപ്റ്റ് ചെയ്യുന്ന വന്ന് അറ്റൻഡ് ചെയ്യുക. പ്ലസ് നമുക്ക് ഇല്ല അവിടെ സൗണ്ട് വരില്ല. ഇത് ജസ്റ്റ് ഇപ്പോൾ അൺലോക്ക് ചെയ്യാനുള്ള ഡോർ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കിട്ടും. ഇത് സെക്യൂരിറ്റി അലാം സിസ്റ്റം. അതെ അതെ അതെ, അലാം സിസ്റ്റം ആണ്. വയർലെസ് സൊല്യൂഷൻ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വയർഡ് സൊല്യൂഷൻ ഇക്വേഷൻ തന്നെയാണ്. ഡോർ അലാം സിസ്റ്റം ആണ് വരുന്നത്. അതെ, അതിന്റെ ബസർ. അതെ അതെ, മോഷൻ സെൻസർ കാര്യങ്ങൾ. അതെ, പാക്കേജ് പോലെ ഒരു 15,000 to 20,000 ചെയ്യാൻ പറ്റും. ഞങ്ങൾ ദുബായ് ബേസ് ആണ്. പിന്നെ നാട്ടിൽ നമ്മൾ പെരിന്തൽമണ്ണ, കണ്ണൂർ, വയനാട്. അല്ല, ഇത് നമുക്ക് 8 ഫീറ്റ് വരെ കൊടുക്കാം. ഇത് 2 ഫീറ്റ് ആണ്, ഇത് 1 ഫീറ്റ് ആണ്. അപ്പോൾ 8 ഫീറ്റ് വരെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ 8 ഫീറ്റിന് 2 വെക്കും, അല്ലെങ്കിൽ 4 ഫീറ്റ് 6 ഫീറ്റ് വരില്ല. ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അതിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡേൺ ആയിട്ടുള്ള അക്യൂസ്റ്റിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇത് പോളിസ്റ്റർ ഫൈബർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇത് ഗ്ലാസ് വൂളിനെ റോക്ക് വൂളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ്. ഗ്രീൻ പ്രൊഡക്റ്റ് ആണ്, ഫയർ റിട്ടാർഡൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും, ഈ കാണുന്ന ഏത് പ്രൊഡക്ട്സ് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മേളിൽ യൂസ് ചെയ്യാം, ഫ്രെയിമിൻ്റെ മേളിൽ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് GI ആണ്. അതെ, GI പാനലാണ്, GI ഷീറ്റും ആണ് വരുന്നത്. ടാറ്റയുടെ ഗാൽവനൈസർ ഷീറ്റാണ്. രസമായിട്ട് ഹാൻഡിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഭയങ്കര സ്ലീക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ട്രാക്ക് എങ്ങനെയാണ് പോണത്? ഈ രീതിയിലാണ്. അതെ അതെ, ഇത് 2 ട്രാക്കാണ് വരുന്നത്. 2 സ്ലൈഡിങ് വരും. 3 ട്രാക്ക് വരെ ചെയ്യാൻ പറ്റും. 3 ട്രാക്ക് വരെ ചെയ്യാം. ഇത് നമ്മളൊരു 3 മീറ്ററിൽ 2
2 ton ഹൈറ്റിൽ ചെയ്തൊരു ഓപ്പണബിളും അതിൻ്റെ കൂടെ തന്നെ സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ആണ്. അതായത് ഇങ്ങനെ സ്ലൈഡ് ആൻഡ് ഫോൾഡ് ആവും. അതെ, GI-യിലുള്ള സ്ലൈഡ് ഫോൾഡ് ഇങ്ങനെയൊക്കെയാണ് ട്രാക്ക് വരുന്നത്. അതെ ട്രാക്ക് വരും, സ്ലൈഡ് ഫോൾഡ്. യെസ്. ഇതിലുള്ള എന്ത് പരിപാടികളാണെങ്കിലും ഇവർ അപ്രോച്ച് ചെയ്താൽ മതി. ഫൈനലി നമ്മൾ ഇവനെ കണ്ടിട്ടുണ്ടാവും, സജീർ ഹോമോ ആർക്കിടെക്ചർ സ്റ്റുഡിയോ അല്ലേ, മലപ്പുറം. ഇവനെ വേറെ തന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അതല്ല നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലേ. ബേസിക്കലി പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ഇവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്. ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേയും. ശരി, നമുക്ക് ഒറ്റ ക്ലിക്കിന് എന്താണ് നമ്മുടെ കമ്പനി മൊത്തം കാണാൻ പറ്റും. അപ്ഡേറ്റ്സ് എന്താ, ഫുൾ ഒരു കമ്പനി മൊത്തം അത് ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണാൻ പറ്റും. ശരി, കണ്ടോ, ഇത് ഇങ്ങനത്തെ ഗ്രാഫുകൾ ഉണ്ടാവും ഓരോന്നും. എല്ലാ ബിൽഡേഴ്സിനും, ഡെവലപ്പേഴ്സിനും, ആർക്കിടെക്ട്സിനും, എഞ്ചിനീയേഴ്സിനും, വർക്ക് എടുക്കുന്ന എല്ലാവർക്കും. അത് മാത്രമല്ല നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക്, ലാൻഡ്സ്കേപ്പിങ്ങിന്റെ വർക്ക്, പൂളിന്റെ വർക്ക്, ഇവർക്കൊക്കെ വേറെ ഉപയോഗിക്കാൻ പറ്റും. ഈ കോട്ടക്കുന്നിൽ മാളയ്ക്ക് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓഫർ 50% ഓഫർ. 50% ഓഫർ ഉണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം ഡയറക്റ്റ് ഇവർ പറയുന്നതാണ്. എന്തായാലും നാളെ 8-ാം തീയതി കൂടെയാണ്. ഇതൊരു എഞ്ചിനീയറിനെ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. ആക്ച്വലി നമ്മൾ ലാൻഡ് ഡെവലപ്മെന്റ് അഥവാ നമ്മൾ ആർക്കിടെക്ട്സിന്, എഞ്ചിനീയേഴ്സിന്, ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അഥവാ അതിൽ ലാൻഡ് സർവേ വരുന്നുണ്ട്, ബിൽഡിംഗ് ഡോക്യുമെന്റേഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ആ പ്രൊജക്ട് കൊടുക്കുക. ജസ്റ്റ് പ്ലാൻ ആയിട്ട് വരുന്ന സമയത്ത് ഇതാണ്. ഇത് നിങ്ങൾ പോയി മെഷർ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്ത ഡ്രോയിങ്സ് ആണ്. അല്ലേ, അതിൽ വരുന്ന എല്ലാ ലെയറിലും, അതായത് ഏത് ലെയർ, ഇപ്പോൾ നമ്മുടെ ബീം വരുന്നത്, സ്ലാബ്സ് വരുന്നത്, അതൊക്കെ പല പല ലെയേഴ്സ് ആയിട്ട് നിങ്ങൾ ചെയ്തു. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് വീടാണ്. ഓക്കെ. അപ്പോൾ ഈ വീടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോസിൽ. അതിനെ നമ്മൾ ഇതേപോലെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇത് നിങ്ങൾ മെഷർ ചെയ്ത് ഉണ്ടാക്കി കൊടുത്തതാണ്. അടുത്ത സ്റ്റേജ് വർക്ക് ചെയ്യാൻ വേണ്ടി അവർക്ക് റിന്യൂവേഷൻ വർക്കാണ് വരുന്നത്. ശരി, മുന്നിൽ എക്സ്റ്റൻഷനും നിലവിലുള്ള എക്സ്റ്റീരിയർ ടോട്ടലായിട്ട് അവർ മോഡൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നതാണ്. ഒരു വീട് മെഷർ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. മെഷർ ചെയ്ത് നിങ്ങൾ കിട്ടിയ ഡാറ്റയാണ്. അതിന്റെ 3D ആണ് ഈ കാണുന്നത്. അതിന് ഈ രീതിയിൽ 3D ആയിട്ട് കിട്ടും. 3D ആയിട്ട് കിട്ടും. ഇതിനെ ഇനി നമ്മൾ ഓട്ടോക്കാഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വാൾ തിക്നെസ് കൊടുക്കാൻ പറ്റും. വിൻഡോസ് ഇപ്പോൾ ഇതിൽ തന്നെ ഡോർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ അതുപോലെ തന്നെ വിൻഡോസും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സ്കെച്ചപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഏതായാലും ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ, മെറ്റീരിയൽസ്, ഈ ഒരു മേഖലയിലേക്ക് പെട്ട എല്ലാ കാര്യങ്ങളും ലെൻസ്ഫെഡിന്റെ ഈ ഒരു ബിൽഡ് എക്സ്പോയില് മെറ്റീരിയൽ എക്സ്പോ ഒരു എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും 2 വർഷത്തിൽ ഒരിക്കലാണ് ഈ എക്സ്പോ നടക്കുന്നത്. ഇന്ന് ഓൾറെഡി 2ാമത്തെ ദിവസമായി. ഞാൻ അറിയാൻ ലേറ്റ് ആയി പോയിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ഞാനിത് എയർ ചെയ്യും. നാളെ 8-ാം തീയതി മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. കോട്ടക്കുന്നിലെ എക്സ്പോൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാനും നമ്മളിത് അറിയാൻ ലേറ്റായിപ്പോയി. ഇങ്ങനൊരു സെമിനാർ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിരുന്നു. പക്ഷേ അത് സെമിനാർ ആണെന്ന് നമ്മൾ വിചാരിച്ചത്. ഇങ്ങനൊരു എക്സ്പോ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് വന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. മലപ്പുറത്തെ ആളുകൾക്ക് മസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു എക്സ്പോ ആണ്. 88 സ്റ്റോൾ, ഞങ്ങൾ എല്ലാ സ്റ്റോളൊന്നും കയറിയില്ല കേട്ടോ. ഓടിപ്പോകുമ്പോൾ കണ്ട തിരക്കില്ലാത്ത സ്റ്റോളുകൾ കണ്ട് കാണിച്ചു തന്നാണ്. ഇവിടെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.